ഹായ് എവ്രി വൺ, വെൽക്കം ടു മാത്സ് ഡോ. ഇറ്റ്സ് മീ വിദ്യ. അപ്പൊ നമ്മള് ബയോളജി ആണല്ലേ. അപ്പൊ ബയോളജി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണെന്ന് പറയാൻ പോണത് പാർട്സ് ഓഫ് എവല്യൂഷൻ. നമ്മൾ ഈ ചാപ്റ്ററിലെ ഒട്ടുമിക്ക എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഒരു 20 മിനിറ്റ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കവർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അതൊന്നും കൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിൽ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലേ. പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. നമ്മളിവിടെ എവല്യൂഷനെ കുറിച്ച് കുറച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നെർവസ് സിസ്റ്റം അല്ലെ, ബ്രെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യമാണ് തിയറീസ് ഓഫ് എവല്യൂഷൻ അല്ലെ. ചാപ്റ്റർ തുടങ്ങുന്ന തിയറീസ് ഓഫ് എവല്യൂഷൻ. നമുക്ക് ഓൾമോസ്റ്റ് 3 തിയറീസ് പറയാനുണ്ട്. മെയിൻ ആയിട്ട് ലാമാർക്കിസം, ഡാർവിനിസം, നിയോ ഡാർവിനിസം. അപ്പൊ നമ്മളിതിൽ ഫസ്റ്റ് പറയുന്നതാണ് ലാമാർക്കിസം. അതാ നമ്മളിവിടെ ചിത്രം കണ്ടില്ലേ, നമ്മള് ജിറാഫ്, കുഞ്ഞു ജിറാഫ് അല്ലെ, ചെറിയ തലയുള്ള ജിറാഫ്, പിന്നെ എന്റെ തല വലുതായി, ആ സംഭവം ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റൊരു പേര്, ലാമാർക്കിസത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, ആ പേര് തന്നെ ഉണ്ട് ആ തിയറിന്റെ ഉത്തരം. ഇത് കണ്ടുപിടിച്ച ആളാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അദ്ദേഹം പറഞ്ഞ എന്താണ്? എൻവയോൺമെന്റ് കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിൽ വേരിയേഷൻ ഉണ്ടാവാൻ കാരണം നമ്മുടെ നേച്ചർ ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ, അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വെക്കാം. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്, ഐ മീൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ജിറാഫുകളൊക്കെ ചെറിയ തലയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ എന്ത് ചെയ്തു? അവരപ്പൊ താഴ്ത്തത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, താഴ്ത്തത് പുല്ലും സാധനങ്ങളൊക്കെ. കുറെ കാലം കഴിഞ്ഞപ്പോൾ താഴ്ത്തത് ഭക്ഷണങ്ങൾ എക്സോസ്റ്റ് ആയപ്പോ അല്ലെങ്കിൽ ഭക്ഷണം കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മുകളിലേക്ക് തലയന്തിക്കാൻ തുടങ്ങി. അങ്ങനെ മുകളിലേക്ക് നോക്കി, അപ്പൊ മുകളിലുള്ള കഴിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? ഇവർക്ക് കാലം കഴിയുന്തോറും മുകളിലേക്ക് എന്തിച്ച് തല വലുതായി എന്നാണ് ഇതിൽ ചുരുക്കത്തിൽ പറയുന്നത്. ഓക്കെ, അക്വയർഡ് ക്യാരക്ടേഴ്സ് വർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻ ലീഡിങ് ടു എമർജൻസ് ഓഫ് ന്യൂ ക്യാരക്ടേഴ്സ്. ഇന്ന് ചെറിയ ജിറാഫ്, നാളത്തേക്ക് അതിന്റെ തല വലുതായി എന്നല്ല പറയുന്നത്, ഒരുപാട് വർഷങ്ങൾ എടുത്തെടുത്ത് അതങ്ങനെ ആയെന്നാണ് നമ്മളിവിടെ പറയപ്പെടുന്നത്. ഓക്കെ, ഇതിന് ഇപ്പൊ നിലവില് ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നിൽക്കണില്ല. ഇതിന് പകരം വന്നതാണ് ഡാർവിനിസം. ഇതിന് പ്രൂഫ് ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുണ്ടോ, ജിറാഫ്സ് വിത്ത് ഷോർട്ട് നെക്ക് ദാറ്റ് ഫെഡ് ഓൺ ഗ്രൗണ്ട്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്. ദ ജിറാഫ്സ് നെക്ക് elongates as it stretches its neck to reach for leaves from higher branch due to food scarcity. ഞാൻ പറഞ്ഞില്ലേ, താഴത്തെ ഫുഡ് സ്കാർസ് ആയപ്പോ മുകളിലേക്ക് എന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം തല എന്തിച്ച് അവരുടെ തല വലുതായി എന്നാണ് ഇവിടെ പറയുന്നത്. Acquired characters were transmitted through generations leading to emergence of giraffes with long necks. ക്യാരക്ടർ അക്വയർ ചെയ്തതാണ്. അതായത് ഇപ്പൊ നമ്മളെ അച്ഛൻ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് അല്ലെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മളെ അമ്മേന്റെ ഒരു സ്വഭാവം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം അതേപോലെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ലാമാർക്കിസം ആണ്. മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. ഇതിന്റെ മറ്റൊരു പേര് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അക്വയർ ചെയ്ത ക്യാരക്ടറാണ് അല്ലെ, അക്വയർ ചെയ്തെടുത്ത ക്യാരക്ടറാണ്. കണ്ടുപിടിച്ച ആള് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. എൻവയോൺമെന്റ് കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം. പ്രകൃതി എന്ത് ചെയ്യുന്നു? ജന്തുക്കളിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു അല്ലെ, അതാണ് ലാമാർക്കിസം. നെക്സ്റ്റ് വണ്ണാണ് ഡാർവിനിസം അല്ലെ. ഡാർവിന്റെ കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിൽ HMS ബീഗിൾ എന്ന് പറഞ്ഞ ഷിപ്പിൽ ഗാലപ്പഗോസ് ഐലൻഡിൽ പോയി. ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്ന ഏകദേശം 14 ഐലൻഡുകൾ കൂടിച്ചേർന്നാണ് ഗാലപ്പഗോസ് ആർച്ചി പെലാഗോ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, 14 ഐലൻഡുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ 14 ഐലൻഡിലും അദ്ദേഹം എന്ത് ചെയ്തു? ഇതൊരു കഥയായിട്ട് മനസ്സിലാൻ വേണ്ടി പറയണേ. 14 ഐലൻഡിലും ഒരേപോലത്തെ കിളികളെ കണ്ടു. അതായത് ഒരേപോലത്തെ കിളി. ഓക്കെ, പക്ഷെ ഇവരുടെ ചുണ്ട് മാത്രം വ്യത്യാസം. മറ്റു കാര്യങ്ങളൊക്കെ കളറും മറ്റതൊക്കെ എവറിത്തിങ് ദ സെയിം, ബട്ട് ദർ ബീക്ക് ഈസ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. അതായിരുന്നു ഡാർവിൻസ് ഫിഞ്ചസ് എന്നാണ് ആ കിളികളെ പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡാർവിൻസ് ഫിഞ്ചസ്. കണ്ടോ? സീഡ് ഈറ്റിംഗ് ഫിഞ്ച് ഒക്കെ ഒരേപോലെ, കളറ്, ചിറക് എല്ലാം ഒരേപോലെ, പക്ഷെ ചുണ്ട് കണ്ടോ? വിത്ത് തിന്നണതിന്റെ സീഡ് ഈറ്റിംഗ് ആണ്. അപ്പൊ സീഡ് കഴിക്കാൻ പാകത്തിനുള്ളതാണ് അതിന്റെ ചുണ്ട്. പിന്നെ ആൻസെസ്ട്രൽ ഫിഞ്ച് ഉണ്ട്, അതാണ് ആൻസർ. അവിടെ നിന്നാണ് ഫസ്റ്റ് ഇവർ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയണേ. പിന്നെ ഇവർ ഈ ഐലൻഡിൽ പല സ്ഥലത്ത് സെപ്പറേറ്റ് ആയി പോയി. അപ്പൊ ഓരോ ഐലൻഡിലും ഓരോ തരം ഭക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും അതിനനുസരിച്ച് അഡാപ്റ്റ് ആയി. അപ്പൊ അങ്ങനെ ഇപ്പൊ മരത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിൽ ഇൻസെക്റ്റിനെ തിന്നും. ഈ മരത്തിന്റെ പൊത്തിലുള്ള ഇൻസെക്റ്റിനെ തിന്നുമ്പോൾ ചെറിയ നീണ്ട ചുണ്ടാണ് അവർക്ക് വേണ്ടത്. അങ്ങനത്തേതായി. പിന്നെ കാക്ടസ് ഈറ്റേഴ്സ് കണ്ടോ? കാക്ടസ്, കള്ളിമുൾച്ചെടിന്റെ ഉള്ളത്തെ സാധനങ്ങൾ കഴിക്കുന്നവർക്ക് ആ മുള്ളൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചുണ്ടാണ് അവർക്ക്. പിന്നെ സീഡ് ഈറ്റിംഗ് ഫിഞ്ച്, അങ്ങനെ പലതരം ഫിഞ്ചസ് ഉണ്ട്.
വുഡ് പെക്കർ ഫിഞ്ച് ഉണ്ട്, അതായത് മരത്തിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നത്. അങ്ങനെ എന്താണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ അഡാപ്റ്റായി വന്നപ്പോൾ ആദ്യം അവരെല്ലാരും ഒരേപോലെയായിരുന്നു. പക്ഷെ പിന്നെ അവരെവിടെയാണ് എത്തിപ്പെട്ടത്, ആ എത്തിപ്പെട്ട സ്ഥലത്തിനനുസരിച്ച് അവരുടെ ജീവിതശൈലി താനെ മാറി. ഇന്ന് വന്നപ്പോ ഈ ചുണ്ടും പിറ്റേ ദിവസം മറ്റേ ചുണ്ടായി നല്ല ഇവിടെ പറയണ കേട്ടോ. പിറ്റേ ദിവസം ഇങ്ങനെ ആയി നല്ല നമ്മൾ പറയണേ. ഒരുപാട് വർഷങ്ങൾ, മില്യൺസ്, എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് അല്ലെ. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് എവല്യൂഷൻ സംഭവിക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് കാലം എടുത്ത് ഈ എന്തായിരുന്നു വേരിയേഷൻസ് വന്നിട്ട് അതങ്ങനെ മാറിപ്പോയതാണ്. അതിന്റെ മറ്റൊരു പേരാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കണ്ടുപിടിച്ച ആളാണ് ചാൾസ് ഡാർവിൻ. ഇതിൽ പറയുന്നത് എൻവയോൺമെന്റ് സെലക്ട്സ് ദ ഫേവറബിൾ വേരിയേഷൻസ് ഇൻ ഓർഗാനിസം. ഇപ്പൊ എളുപ്പത്തിൽ പറഞ്ഞാല് ഈ ഫിഞ്ചസ് ഇവിടെ വന്നു, ഇതില് വേരിയേഷൻ സംഭവിക്കാത്ത ഫിഞ്ചസ് ഉണ്ടായിരിക്കും. അതായത് ചുണ്ട് ഇതിനനുസരിച്ച് മാറാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ വേരിയേഷൻ സംഭവിക്കാത്ത ഫിഞ്ചസിന് എന്ത് സംഭവിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റാതാവും. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും, മരിക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റാതായ പിന്നെ പറയണ്ടോ. അൺഫേവറബിൾ വേരിയേഷൻസും ഉണ്ട്, ഫേവറബിൾ വേരിയേഷൻസും ഉണ്ട്. ഒരു പുതിയൊരു എൻവയോൺമെന്റിൽ വരും, അപ്പൊ അവിടെ അവർക്ക് നല്ല വേരിയേഷൻ സംഭവിക്കാം, അല്ല ആവശ്യമില്ലാത്ത വേരിയേഷൻ സംഭവിക്കാം. അൺഫേവറബിൾ വേരിയേഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും, അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ഫേവറബിൾ വേരിയേഷൻ ആണെങ്കിൽ അത് അടുത്ത ജനറേഷനിക്ക് പോകും അല്ലെ, അടുത്ത ജനറേഷനിക്ക് പോകും, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഉണ്ടാവുന്ന 5 ഫാക്ടേഴ്സ് ആണ്. ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത്? ഫസ്റ്റ് എന്താണ്, ഓവർ പ്രൊഡക്ഷൻ. ഇപ്പൊ നമുക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്, ഓവർ പ്രൊഡക്ഷൻ. അതായത് നമ്മള് എന്താ പറയുക, പോപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നേക്കാൾ കൂടുതൽ ആളുകളായി. അപ്പൊ എന്ത് സംഭവിക്കും, വേരിയേഷൻ സംഭവിക്കും. ചില ആളുകളിൽ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള സ്ഥലം കുറയും, റിസോഴ്സസ് കുറയും അല്ലെ, റിസോഴ്സ് കുറയും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇപ്പൊ ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവുള്ളൂ, പക്ഷെ 100 ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ വേരിയേഷൻ സംഭവിക്കും ആൾക്കാർക്ക്. അതിൽ ഫേവറബിൾ വേരിയേഷനും ഉണ്ടായിരിക്കും, അൺഫേവറബിൾ വേരിയേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ഫേവറബിളും ഉണ്ട് അൺഫേവറബിളും ഉണ്ട് വേരിയേഷൻ എന്ന് ഓർക്കാം. ഓക്കെ, അതില് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. പിന്നെ അവിടെ അടിയായി ആർക്കാണ് അല്ലേ, കുറെ ആൾക്കാരുണ്ട്, ഭക്ഷണം കിട്ടില്ലെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ അടി ഉണ്ടാക്കും. അവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് സംഭവിക്കും. അടി ഉണ്ടാക്കി മറ്റേന്ന് അടിച്ചിടാൻ പറ്റുന്ന ആള് സർവൈവ് ചെയ്യും, സിമ്പിൾ. അങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ. ഇവിടെ ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിലും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിലും ആരാ സർവൈവ് ചെയ്യുക, ഫേവറബിൾ വേരിയേഷൻ സംഭവിച്ച ആൾക്കാർ സർവൈവ് ചെയ്യും, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ചുണ്ട് മാറിയ ആൾക്കാര് അതിനനുസരിച്ച് അവർ സർവൈവ് ചെയ്യും. പക്ഷെ പണ്ടത്തെ അതേ ചുണ്ടും കൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ ഇപ്പൊ വലിയ ചുണ്ടാണ്, പക്ഷെ അവർ മരത്തിനേണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യില്ല, ഭക്ഷണം എടുക്കാൻ പറ്റാതെ മരിച്ചു. ഓക്കെ, ഇതിപ്പോ നമുക്ക് നമ്മളെ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പഠിക്കാം. ഈ 5 സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. ആദ്യം ഓവർ പ്രൊഡക്ഷൻ, ഇപ്പൊ നമ്മൾ ഓവർ പോപ്പുലേഷൻ. ഇതിൽ കുറെ പേർക്ക് വേരിയേഷൻ സംഭവിക്കുന്നു, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സംഭവിക്കുന്നു. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അടി ഉണ്ടാവുന്നു, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് നേച്ചറിന്റെ ഒരു റൂളാണ് അത്. പിന്നെന്താണ് നാച്ചുറൽ സെലക്ഷൻ. അതിൽ സർവൈവ് ചെയ്ത ആൾക്കാരെ പ്രകൃതിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡാർവിനിസം. നെക്സ്റ്റ് വന്നത് നിയോ ഡാർവിനിസം. അതായത് ഈ ഡാർവിൻ പറഞ്ഞിരുന്നു വേരിയേഷൻ ഇപ്പൊ എനിക്കൊരു വേരിയേഷൻ സംഭവിച്ചാൽ അത് എന്റെ കുട്ടിക്ക് വരും അല്ലെ, അങ്ങനെ പറഞ്ഞിരുന്നു അയാള്. അതായത് പാരന്റ്സിന്റെ ആയിട്ട് ഫേവറബിൾ വേരിയേഷൻസ് പാരന്റ്സിക്ക് കടന്നു പോകും. അതെങ്ങനെ, എന്തുകൊണ്ട്, എന്ത് വഴി എന്നൊന്നും അയാൾക്ക് പറയാൻ പറ്റില്ല. അത് അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നില്ല, ജെനറ്റിക്സ് ഇതിനെ കുറിച്ചൊന്നും അന്ന് ഗ്രിഗർ മെന്റലിന്റെ ഒന്നും വന്നിട്ടില്ല. ഗ്രിഗർ മെന്റലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ അന്ന് ഈ ജെനറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാൾക്ക് നമ്മളിപ്പോ എപ്പോഴും കാരണം പറഞ്ഞു കൊടുക്കണല്ലോ. കാരണം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അന്ന് ഇതിനെ എന്ത് ചെയ്തു, ആൾക്കാര് സ്വീകരിച്ചില്ല. പിന്നെ ഡാർവിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ഗ്രിഗർ മെന്റലും പിന്നെ കോൺസെപ്റ്റ്സ് അബൌട്ട് ക്രോമസോംസ് ആൻഡ് ജീൻസ്. ക്രോമസോം എന്താ, ജീൻ എന്താ ഒന്നും പറഞ്ഞില്ല. അന്ന് മെന്റല് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഫാക്ടർ ആണ്, ഒരു ഫാക്ടർ പാരന്റൽ ജനറേഷനിൽ നിന്ന്. ഇപ്പൊ മെന്റലാണെങ്കിൽ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അന്ന് എന്താണ്, എല്ലാം കൂടെ ഇപ്പൊ നമുക്ക് ഇന്നുള്ള അറിവൊന്നും ഇല്ല, അന്ന് ഒരുപാട് കാര്യങ്ങൾ വന്നില്ല. അപ്പൊ ഡാർവിന്റെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ പാടെ വന്ന് എന്ത് ചെയ്തു, അപ്പൊ അവർക്ക് മനസ്സിലായി ഡാർവിൻ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് അതിന് കുറച്ചുകൂടെ പ്രൂഫ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞതാണ് നിയോ ഡാർവിനിസം. സയൻസ് എപ്പോഴും സക്സസ്ഫുൾ ആവണമെങ്കിൽ വെറുതെ വന്നിട്ട് ഞാൻ ഇത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മള് പ്രൂഫ് കൊടുക്കണം. അങ്ങനെ അതിനൊരു പ്രൂഫ് കൊടുത്ത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുത്തതാണ് ഡാർവിനിസത്തിനെ, മോഡിഫൈ ചെയ്തെടുത്താണ് ന്യൂ എന്നുള്ള അർത്ഥത്തില് നിയോ ഡാർവിനിസം.
Darwin's theory of evolution does not talk about the genetic basis of variation in inheritance. അവർക്ക് പ്രൂഫ് കൊടുക്കാൻ പറ്റില്ല ഡാർവിന്. അതിനുശേഷമാണ് ഗ്രിഗർ മെൻഡൽ ആൻഡ് കോൺസെപ്റ്റ് അബൌട്ട് ക്രോമസോം ആൻഡ് ജീൻസ് കെയിം. ദിസ് proved that causes of variation that lead to evolution were genetic changes, genetic recombination during sexual reproduction and gene flow. More evidence and further studies from the fields of population genetics, paleontology, environmental science were added to Darwinism to form Neo-Darwinism. Darwinismത്തിന് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, റിനോവേറ്റ് ചെയ്തെടുത്തതാണ് Neo-Darwinism. നെക്സ്റ്റ് വണ്ണാണ് സ്പീസിയേഷൻ. പേര് തന്നെ ഉണ്ട് ഉത്തരം. സ്പീസിയേഷൻ, ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്, പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നതാണ് സ്പീസിയേഷൻ. അതില് എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ടെക്സ്റ്റിലുള്ള സാധനം തന്നെയാണ്. ഓൾദോ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ക്യാൻ റീപ്രൊഡ്യൂസ് ഓഫ്സ്പ്രിംഗ് വിത്ത് ഡിഫറൻസ് ത്രൂ റീപ്രൊഡക്ഷൻ, ദേ റിമെയിൻ ആസ് എ സിംഗിൾ സ്പീഷീസ്. അതായത് ഇപ്പൊ ഒരു പോപ്പുലേഷൻ, ഇപ്പൊ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ ആണെന്ന് തന്നെ വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബേർഡ് പോപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റീപ്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായ കുട്ടികൾക്ക് ഇവരിൽ നിന്ന് വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ അവരെപ്പോഴും ഒരു സെയിം സ്പീഷീസ് ആയിട്ടായിരിക്കാം, അല്ലെ? ഒരു ആ സ്പീഷീസിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അതൊന്നാമത്തെ പോയിന്റ്. If the members of a population get isolated from each other by ecological or other factors. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ അമേരിക്കയിലുണ്ട് കാക്ക, ഇവിടെ ഉണ്ട് കാക്ക, അല്ലേ? അമേരിക്ക ഇവിടെ തമ്മിൽ എന്തൊരു വ്യത്യാസമുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് എന്താ വെച്ചാല് ഒരേ സ്ഥലത്തുണ്ടായിരുന്ന ജന്തുക്കളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവർക്ക് നമ്മൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഒക്കെ സംഭവിച്ച സമയത്ത് എന്ത് ചെയ്തു, കോണ്ടിനെന്റ്സ് ഒക്കെ പണ്ട് നമ്മൾ ഒരൊറ്റ കോണ്ടിനെന്റ് ആയിരുന്നു, പാൻജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കോണ്ടിനെന്റ് ആയിരുന്നു. പിന്നെയാണ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ ഐസേജിലുള്ള കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐസേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്തു, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിണ്ടുപോയി, കുറെ സ്ഥലത്ത് മല വന്നു. അപ്പൊ എന്താ സംഭവിച്ചത്, ഒരേ സ്ഥലത്തിരുന്ന ഒരു ജന്തു ഇവിടെ ഒരേ സ്ഥലത്തിരുന്ന ആൾക്കാരാണ്, അവരുടെ ഇടയ്ക്ക് ഒരു മല വന്നാൽ അവസ്ഥ എന്താവും? ഹിമാലയം പോലത്തെ വലിയൊരു മല വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ടു കൂട്ടരും ആ കാലത്ത് സെയിം ആയിരുന്നു, പക്ഷെ പിന്നെ എന്ത് ചെയ്തു, ഇവർക്ക് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ ഈ സൈഡിലുള്ള കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ആയി, ഇവിടെയുള്ള ആൾക്കാർ ഈ സൈഡിലുള്ള കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ആയി. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ അവര് അതായത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായി. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവർ പുതിയ സ്പീഷീസ് ആവും. ഓക്കെ, ഓൾറെഡി ഉള്ള ആൾക്കാരിൽ നിന്ന് പുതിയ സ്പീഷീസ്, ആൻസെസ്റ്റേഴ്സിൽ നിന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതാണ് എന്ത്, സ്പീസിയേഷൻ, ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. ഇനി അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ഇവിടെ ഒരു എവല്യൂഷണറി ട്രീ ആണ് ഈ പറയുന്നത്. കണ്ടോ, നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ്. നമ്മളെല്ലാരും ഒരൊറ്റ ആരുടെ നിന്നാണ് വരുന്നത്, ഒരൊറ്റ ആൻസെസ്റ്റർ ആണെന്നാണ് നമ്മൾ ബയോളജിയിൽ പറയുന്നത്, അല്ലെ? പലർക്കും പലതാണ് വിഷയം. ഇപ്പൊ നമ്മള് ബയോളജിയിൽ പറയണ എന്താണ്, നമ്മള് യൂറി മില്ലർ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വിശ്വസിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു ആൻസെസ്റ്ററിൽ നിന്നാണ് വന്നത്. അതായത് നമ്മളിവിടെ ജനിച്ചത് ഒറ്റയ്ക്ക് മനുഷ്യനായിട്ടല്ല എന്നാണ് പറയുന്നത്. കണ്ടോ, നമ്മൾ യൂക്കാരി ആർക്കിയ ബാക്ടീരിയ ആയി മാറി. കണ്ടോ, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പോയി. അങ്ങനെ ലൂക്ക എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ. അങ്ങനെ ഇത് മനുഷ്യന്മാരുടെ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ആണ് ഇതൊക്കെ. യൂക്കാരിയിലുള്ള ആൾക്കാരൊക്കെ ഫംഗൈ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ് ഒക്കെ. അങ്ങനെ നമ്മൾ റെവല്യൂഷണറി ട്രീനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നു തന്നെ ഉള്ളൂ. ഓക്കെ, അതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ സ്പീസിയേഷൻ വഴി ഉണ്ടായത് തന്നെയാണ്. ഇങ്ങനെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ ഇങ്ങനെ ഓരോ വ്യത്യാസമൊക്കെ വന്നിട്ട് സ്പീസിയേഷൻ വഴിയാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. അതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണു, തെളിവ് വേണമല്ലോ. തെളിവില്ലാതെ ഒന്നും നടക്കൂലല്ലോ. എവല്യൂഷന്റെ ഒരു 3 പ്രൂഫാണ്, എവിഡൻസ് ആണ്. ഒന്ന് മോളിക്കുലാർ ബയോളജി ഉണ്ട്, കമ്പാരിറ്റീവ് അനാറ്റമി ഉണ്ട്, ഫോസിൽ എവിഡൻസ് ഉണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ നോക്കിയപ്പോ കണ്ടൊരു ടോപ്പിക് ആണത്. എന്ത് ഇപ്പൊ ഗിവ് എവിഡൻസ് ഫോർ എവല്യൂഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ബയോളജി ആൻഡ് കമ്പാരിറ്റീവ് അനാറ്റമി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് സെപ്പറേറ്റ് എഴുതിയിട്ട് നമ്മൾ പറയണം. മോളിക്കുലാർ ബയോളജിന്റെ കേസിൽ എങ്ങനെയാ വെച്ചാല്, ഇപ്പൊ നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂള്, അല്ലെ? നമ്മുടെയൊക്കെ ഹീമോഗ്ലോബിൻ എങ്ങനെയാ, നമുക്ക് 2 ആൽഫ ഉണ്ട്, 2 ബീറ്റ ഉണ്ട് ഹീമോഗ്ലോബിനില്. ഹീമോഗ്ലോബിൻ എന്താ, ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആളറിയാം. 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആള്. അത് തന്നെ പല ഓർഗാനിസംസിലും പല പോലെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിമ്പാൻസിന്റെ മനുഷ്യന്മാരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ടേബിള്. അതായത് ഇപ്പൊ ചിമ്പാൻസിന്റെ അമിനോ ആസിഡ് സീക്വൻസ്, ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡ്സിനെ മനുഷ്യന്റെ കമ്പയർ ചെയ്യുമ്പോൾ 0 ഡിഫറൻസ് ആണുള്ളത്. അതായത് ചിമ്പാൻസി മനുഷ്യന്മാരും ഏറ്റവും അടുത്തുള്ള ആൾക്കാരാണ്. ചിമ്പാൻസിക്കും ബീറ്റ 2 മനുഷ്യന്മാർക്ക് 2 ഡിഫറൻസ് 0 ആണ്. ആ അമിനോ ആസിഡിന്റെ ചേഞ്ച് നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0 ആണ്. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ക്ലോസ് ആൻസെസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഗൊറില്ല മനുഷ്യന്മാരാണെങ്കിൽ ഒരു അമിനോ ആസിഡിനുള്ള ചേഞ്ച് ഉണ്ട്,
ബീറ്റ ചെയിനില്. റാറ്റിലാണ് 31. അത് കാണിക്കുന്ന എന്താണ്, നമ്മള് ചിമ്പാൻസി ആയിട്ടാണ് കൂടുതൽ സാമ്യം എന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് മോളിക്കുലാർ ബയോളജി നമ്മളെ DNA ഒക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ DNA ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഓർഗാനിസം ചിമ്പാൻസി ആണെന്നാണ് മോളിക്കുലാർ ബയോളജി പറയുന്നത്. മോളിക്കുലാർ ബയോളജി ഡീൽസ് വിത്ത് മറ്റേ DNA ഒക്കെ സ്റ്റഡിയാണ് കുറിച്ച്, അത് ഓർത്ത് വെക്കാം. കമ്പാരിറ്റീവ് അനാട്ടമി നമ്മൾ ഇത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവുന്ന ടോപ്പിക്കാണ്. അതായത് ഹോമോലോഗസ് ഓർഗൻസ് ഉണ്ട്, അനലോഗസ് ഓർഗൻസ് ഉണ്ട്. ഹോമോലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ് ഇത്, പെൻഡഡക്ടൈൽ ലിംബ് ഓഫ് ഹ്യൂമൻസ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വെർട്ടിബ്രേറ്റ്സിന്റെയും പെൻഡഡക്ടൈൽ ലിംബ്. എല്ലാതും അല്ല, ചില ആൾക്കാർ, അതായത് ഫോർ എക്സാമ്പിൾ മനുഷ്യന്റെ ലിംബും മനുഷ്യന്റെ ഈ കയ്യും ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള കയ്യും, വെയിലിന്റെ ഫ്ലിപ്പർ തിമിംഗലത്തിന്റെ ചിറകില്ലേ അതും, അതേപോലെ കുതിരേന്റെ കാല്, ഇതൊക്കെ ഇവന് ഈ മണ്ണ് മാത്രം മോൾ എന്ന് പറഞ്ഞൊരു ഓർഗാനിസം ഉണ്ട്, അതിന്റെ കൈ, ഇതൊക്കെ സ്ട്രക്ചറലി സിമിലർ ആണ്. അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഈ മെറ്റാകാർപ്പല്, കാർപ്പല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ വ്യത്യാസമാണ്. മനുഷ്യന്മാർക്ക് എന്തിനാ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മള് പല കാര്യങ്ങൾക്കും പിടിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നു. കുതിരേന്റെ കാലം എന്തിനാ, നടക്കാൻ. വ്യത്യാസമല്ലേ? കുതിരേന്റെ ഈ 3 ഇതിൽ ഈ നടുക്കത്തെ വിരല് അവരുടെ എന്തായിട്ട് മാറി, അവരുടെ ഹൂഫായിട്ട്, കുതിരേന്റെ ഹൂഫായിട്ട് മാറി. അതുപോലെ മോളാണെങ്കിൽ അത് മാന്താൻ വേണ്ടി, ഡിഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കൈയുള്ളത്. തിമിംഗലാണെങ്കിൽ ചിറകടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഹോമോലോഗസ് ഓർഗൻ. സെയിം സ്ട്രക്ചർ ആയിരിക്കും എല്ലാവർക്കും. ഈ സാധനം ഇതൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഫങ്ഷനിൽ ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഹോമോലോഗസ് ഓർഗൻ. അനലോഗസ് ഓർഗൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആണ് പക്ഷികളുടെയും ഇൻസെക്റ്റിന്റെ ഒക്കെ വിങ്സ്. ചിറകെന്തിനു ഉപയോഗിക്കാം, പറക്കാൻ. അത് പക്ഷികളുടെ വിങ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഇൻസെക്റ്റിന്റെ വിങ്സിൽ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് അനലോഗസ്. അപ്പൊ ചില ജന്തുക്കള്, ഇപ്പൊ ഹോമോലോഗസ് ഓർഗൻസ് ആണെങ്കിൽ സ്ട്രക്ചർ ഒരേപോലെയാണ്, ഫംഗ്ഷൻ ആണ് വ്യത്യാസം. അത് കാണിക്കുന്ന ഇവരൊക്കെ കോമൺ ആൻസെസ്റ്റർ എന്നാണ് ഇവർക്കൊക്കെ. ഓക്കെ, അതാണ് മറ്റൊരു എക്സാമ്പിൾ. പിന്നെ ഉള്ളതാണ് ഫോസിൽസ്, ഫോസിൽ റിമെയിൻ അല്ലെ. ഫോസിൽ ഉണ്ടായത് കൊണ്ടാണ് ഡിനോസർ എന്ന് പറഞ്ഞ ജന്തുക്കൾ ഉണ്ട് നമുക്ക് മനസ്സിലായത് അല്ലെ. ഫോസിൽ ഉണ്ടോ, ഓർഗാനിക് എവല്യൂഷൻ ഗ്രാജുവൽ പ്രോസസ് ആണ്. ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹോഴ്സസ് ഹാഡ് ഷോർട്ട് ലെഗ്സ് ദാറ്റ് ദ വൺസ് ഇൻ ഔട്ട് ടൈം. അത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഫോസിൽ വഴിയാണ്. ഈ സാധനത്തെ അടുത്തതാണ് സെക്കൻഡ് വൺ. അതിന്റെ പേരാണ് ആർക്കിയോപ്റ്ററിക്സ്. റെപ്റ്റൈൽസും ഏവ്സിന്റെ ഒരു മിക്സ് ആണ് ഇവര്, ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്നത്. ഒരു തരം ബേർഡാണ്, പക്ഷെ റെപ്റ്റൈൽസിന്റെ ഫീച്ചേഴ്സും ഉണ്ട് ഇവർക്ക്. ഫോസിൽസ് വിച്ച് ആർ കണക്ടിങ് ലിങ്ക്സ് റിവീൽ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ആർക്കിയോപ്റ്ററിക്സ് ദാറ്റ് പോസസ് ദ ക്യാരക്ടറിക് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഫോസിൽസിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇങ്ങനെ ആർക്കിയോപ്റ്ററിക്സ്, ഡൈനോസേഴ്സ്, മാമത്സ് ഒക്കെ പറയാം അല്ലെ. ഡൈനോസോർസിനൊക്കെ നമുക്കറിയാം, മാമത്ത് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പണ്ട് കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഫോസിൽ അല്ലെ. ഓക്കെ, അപ്പൊ എവല്യൂഷന്റെ കാര്യം നമുക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ ഉണ്ട്. ട്രീയില് കണ്ടോ, ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ ട്രീ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എല്ലാരും. നമ്മളെല്ലാവരും ഈ മുകളിൽ കാണിക്കുന്ന ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും എന്താണ്, പ്രൈമേറ്റ് ആണ്. പ്രൈമേറ്റിലെ ആന്ത്രോപോയിഡിയൽ ആണ് നമ്മളുള്ളത്. ആന്ത്രോപോയിഡിയൽ 2 എണ്ണമായി, സർക്കോപിത്തക്കോയിഡിയൻ, ഹോമിനോയിഡിയൻ. സർക്കോപിത്തക്കോയിഡിയൽ ആണ് നമ്മളെ കുരങ്ങനുള്ളത്. ഓക്കെ, സർക്കോപിത്തക്കോയിഡ്. നമ്മളെല്ലാരും പ്രൈമേറ്റ് ആണ്, ആന്ത്രോപോയിഡ്സ് ആണ്. സർക്കോപിത്തക്കോയിഡിലാണ് കുരങ്ങനുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹോമിനോയിഡിയലാണ്. ഓക്കെ, അപ്പൊ കുരങ്ങനും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതിന്റെയൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ തന്നിട്ട് ഇതിൽ ഓഡ് 1 ഔട്ട് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഓഡ് 1 ഔട്ട് മങ്കി ആയിരിക്കും, കാരണം ബാക്കിയുള്ളവരൊക്കെ ഹോമിനോയിഡിയാണ്, മങ്കി സർക്കോപിത്തക്കോയിഡിയാണെന്ന് പറയാം. ഓക്കെ, ഗിബൺ, ഒറാങ്കുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൺ ഒക്കെയാണ് ഹോമിനോയിഡിയലുള്ള. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതണം. ഓക്കെ, സർക്കോപിത്തക്കോയിഡിയ കേട്ടോ. സ്മോൾ ബ്രെയിനും ടെയിലും ഉണ്ടായിരിക്കും. ഹോമിനോയിഡ് ആണെങ്കിൽ ബിഗ് ബ്രെയിനും ടെയിലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. പിന്നെ നമ്മൾ പറയാനുള്ളത് നമ്മുടെ പല ഹ്യൂമൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഹ്യൂമൻസിന്റെ എവല്യൂഷൻ ആണ്. നമ്മൾ ഹോമോസാപ്പിയൻസ് ആണ്. അപ്പൊ മോളിൽ നിന്നിട്ട് ഇത് ഓർഡറിന് പഠിച്ചാൽ അത്ര എളുപ്പമായിരിക്കും. പണ്ട് കാലത്ത് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോ എന്ത് സംഭവിച്ചു, നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി, ബ്രെയിനിന്റെ സൈസ് കൂടി, ബുദ്ധി കൂടി. അപ്പൊ അതിന്റെ പ്രത്യേകതകളും പഠിക്കും. ഞങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ ടേബിൾ ഉണ്ടാക്കിയത്. ഫസ്റ്റ് 1 ആണ് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. ഓക്കെ, ഇവരുടെ ക്രേനിയൽ കപ്പാസിറ്റി 350 cm³ ആയിരുന്നു. ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലുള്ള ആദ്യത്തെ ലിങ്ക് ആണ്. ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവരുടെ ഫോസിൽ കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് പേരങ്ങനെ വന്നത്. ആസ്ട്രലോപിത്തക്കസ് ഉണ്ട് 450. ഇതൊക്കെ പഠിച്ചു വെക്കട്ടോ. ബൈപ്പെഡലിസം, അതുവരെയൊക്കെ ഉണ്ടായിരുന്ന 4 കാലായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തു, ബൈപ്പെഡൽസ് ആയിരുന്നു. പിന്നെന്താണ്,
ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ബൈപ്പെഡലിക്ക് വന്നത് ആസ്ട്രലോപിത്തക്കസ് ആണ്. ഓക്കെ, അതായത് 4 കാലിൽ നിന്ന് 2 കാലുമ നിൽക്കാൻ തുടങ്ങിയത് ആസ്ട്രലോപിത്തക്കസ് തൊട്ടാണ്. പിന്നെ ഹോമോ ഹെബിലിസ് ഉണ്ട്, അവരുടെ സ്കള്ള് ലാർജ് ആയിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അവരെന്ത്, ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, ഹണ്ടിങ് തുടങ്ങി. ഇവരതും ആഫ്രിക്കയിൽ നിന്നാണ്. എല്ലാവർക്കും ഒരു പോയിന്റ് കിട്ടിട്ടോ, ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നാണെന്നുള്ളത്. ഹോമോ എറക്ടസ് ആണെന്നുണ്ടെങ്കിൽ ക്രൈനൽ കപ്പാസിറ്റി 900, ലാർജ് ഫോർഹെഡ് ആണ്, ഒംനിവോറസ് ആണ്. പിന്നെ സ്റ്റോൺ വെപ്പൺ ഉണ്ടാക്കാൻ തുടങ്ങി. ഫോസിൽസ് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പിൽ നിന്നും കിട്ടി. നിയാൻഡർതാൽമൻ ആണെങ്കിൽ സ്മോൾ സ്ലോപ്പിംഗ്, പിന്നെ നമ്മളായിട്ട് സിമിലർ ആവാൻ തുടങ്ങി. ഡെഡ് ബോഡീസിനെ ബെറി ചെയ്ത്, ഈ പോയിന്റ് ഓർത്ത് വെക്കാൻ, നിയാൻഡർതാൽമൻ ആണ് ഡെഡ് ബോഡീസിനെ ബെറി ചെയ്ത്. മറ്റുള്ളവരൊക്കെ പല സ്ഥലത്ത് കൂടെ അങ്ങനെ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ ഫോസിൽസ് ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. ഹോമോസാപ്പിയൻസ് ആണ് നമ്മളാണ് ആര്, മോഡേൺ മാന്, നമ്മളാണ് അഗ്രികൾച്ചർ, ടെക്നോളജി, ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതൊക്കെ നമ്മളാണ്. ഫോസിൽസ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളാണല്ലോ അത്. ഓക്കെ, ഇനി അടുത്ത നെർവസ് സിസ്റ്റം. ഇയാളെ മറക്കരുത്, ഇയാൾ എന്തായാലും പഠിച്ചു വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്ന ആളാണ്. സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ. ന്യൂറോണിൽ എന്തൊക്കെ ഉണ്ട്? സെൽ ബോഡി, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചാണ് ഡെൻഡ്രൈറ്റ്. ആക്സോൺ ഉണ്ട്. ആക്സോൺ നേരെ പോയിട്ട് എന്തായിട്ട് മാറും? ആക്സോണൈറ്റ് ആയി മാറും. ആക്സോണൈറ്റിന്റെ അറ്റത്ത് എന്താണ്? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് അസറ്റൈൽ കൊളൈൻ. അതൊക്കെ ഓർത്ത് വെക്കാട്ടോ. ഈ സ്ട്രക്ചർ ഓർത്ത് വെക്കുക, അത് പഠിക്കണം. ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒരാളെ കാണും, ഇവിടെ അയാളാണ് മൈലിൻ ഷീത്ത്, നമ്മൾ അടുത്ത് പറയും. ഓക്കെ, അപ്പൊ ഇത് ഈ സ്ട്രക്ചർ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക, അടയാളപ്പെടുത്താണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ റീഡ്രോ തരാനും സാധ്യത ഉണ്ട്. പിന്നെ നെർവസ് സിസ്റ്റത്തിലുള്ള പല ടൈപ്പ് സെൽസ്, എപ്പിഡൈമൽ സെല്ല്, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെല്ല്, ഷ്വാൻ സെല്ല്, ആസ്ട്രോസൈറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് അപ്പൊ നമ്മൾ മൈലിൻ ഷീത്ത് ആണ് പറയാൻ പോണത്. നമ്മളിവിടെ വരച്ച് ഞാൻ കാണിച്ചു തന്നില്ല, ആ സാധനമാണ് മൈലിൻ ഷീത്ത്. എന്താണ്? ഈ ആക്സോണിനെ ചുറ്റിരിക്കുന്ന ഒരു കവറിംഗ് ആണ് മൈലിൻ ഷീത്ത്. ഈ കിടക്കുന്ന ടീംസ് ആണ് മൈലിൻ ഷീത്ത്. അപ്പൊ അതിന്റെ പ്രത്യേകത, അതിന്റെ മേജർ ഫങ്ഷൻസ് പഠിക്കുക. 3 ഫങ്ഷൻ ഉള്ളൂ. ഒരാളെ ചുറ്റിരിക്കുന്ന ആളെ പണി എന്താ? ചുറ്റിരുന്നാൽ പുതപ്പ് പോലെ ചൂട് കിട്ടും. ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് ഓർക്കുക. ഓക്കെ, ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ബൈ ആക്ടിങ് ആസ് എൻ ഇൻസുലേറ്റർ. മെസ്സേജ് ഇങ്ങനെ അതിലൂടെയല്ല പോവുക, ഇമ്പൾസ്. അതിന്റെ സ്പീഡ് കൂട്ടുന്ന ആളാണ് ആര്? ആക്സോണ്. ടു പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദ ന്യൂറോൺ. ന്യൂറോണിന് നറിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. മറ്റു കാര്യം, എക്സ്റ്റേണൽ ഇഞ്ചുറീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾ ചുറ്റിരിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താ? അതൊക്കെ പഠിക്കുക. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളൊരു ഇത് പഠിക്കാനുള്ളത്, മൈലിൻ ഷീത്ത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡില് ഒലിഗോഡെൻഡ്രോസൈറ്റ് സെൽസ് ആണ്. നെർവ്സിലാണെങ്കിൽ അത് ഷ്വാൻ സെൽസ് ആണ്. ഷ്വാൻ സെൽസ്, ഷ്വാനും ഒലിഗോഡ്, ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒലിഗോഡെൻഡ്രോസൈറ്റ്, നെർവ്സിലാണെന്നുണ്ടെങ്കിൽ ഷ്വാൻ സെൽസ്. ഓക്കെ, പിന്നെ വൈറ്റ് മാറ്റർ ഉണ്ട്, ഗ്രേ മാറ്റർ ഉണ്ട്. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ മൈലിൻ ഷീറ്റ് അബണ്ടന്റ് ആണെങ്കിൽ വൈറ്റ് മാറ്റർ, മൈലിൻ ഷീറ്റ് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേ മാറ്റർ. ഓക്കെ, മൈലിൻ ഷീറ്റ് കുറെ ഉണ്ടായതുകൊണ്ട് വൈറ്റ് കളർ, മൈലിൻ ഷീറ്റ് ആബ്സെന്റ് ആയതുകൊണ്ട് സങ്കടമായപ്പോ ഗ്രേ കളർ, ഗ്രേ മാറ്റർ. ഓക്കെ, അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ബ്രെയിൻ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ 4 മാർക്കിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായി നോക്കി വെക്കുക. വെറുതെ നോക്കി വെച്ചാൽ പോരാ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ ഏറ്റവും വലിയ ആളാണ് സെറിബ്രം. ഏറ്റവും വലുത്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ സെറിബ്രം. ഈ കാണുന്ന ആളാണ് സെറിബ്രം, ഈ പുറത്ത് കാണുന്നത്. ഇവിടെയാണ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ ഈ മാത്സിനൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബുദ്ധിയും, വോളണ്ടറി ആക്ഷൻ, കൈയൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുണ്ടല്ലേ, അത് ഇവിടെയാണ്, ബ്രെയിനിന്റെ ഈ ഭാഗത്താണ് നടക്കുന്നത്. പിന്നെ ഇതിന്റെ പുറത്ത് ഗ്രേ മാറ്റർ, ഉള്ളിൽ എന്താണ്? വൈറ്റ് മാറ്റർ ആണ് കാണപ്പെടുക. ഓക്കെ, പുറത്ത് ഗ്രേ, ഉള്ളിൽ വൈറ്റ്. കണ്ടോ? പ്ലേസ് ഇൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ്, വോളണ്ടറി മൂവ്മെന്റ്, സെന്റർ ഓഫ് മെമ്മറി. ഇത് അടിച്ചു പോയാൽ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. സെന്റർ ഓഫ് മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ. ഓക്കെ. സെറിബെല്ലം ആണ് ഈ ഇല മാതിരിയുള്ളത്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് ഈ ഇല കേട്ടോ. സെറിബെല്ലം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. സെറിബ്രത്തിന്റെ ചോട്ടിൽ അഥവാ ബിഹൈൻഡ്. ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ഇക്വിലിബ്രിയം, ആക്ടിവിറ്റീസ് ഓഫ് കോർഡിനേറ്റ് ചെയ്ത് ഇക്വിലിബ്രിയം ഇതാക്കുന്ന ആളാണ് സെറിബ്രം. തലാമസ് ഉണ്ട്, ഇതാ കാണുന്ന തലാമസ് ഇന്നർ പാർട്ടിലാണ് കാണപ്പെടുന്നത്. റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. പെയിൻ കില്ലേഴ്സ് ഒക്കെ, പാരസിറ്റമോൾ ഒക്കെ അല്ലെങ്കിൽ പെയിൻ കില്ലറൊക്കെ കുടിക്കുമ്പോൾ അത് വേദന, പെയിൻ കില്ലേഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്ന സ്ഥലമാണിത്. ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസിന്റെ താഴെയുള്ള ആള് ഹൈപ്പോതലാമസ്. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റേസിസ് ബൈ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്.
ഓക്കെ. ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷൻസ് ഒക്കെ ഹൈപ്പോതലാമസിലാണ്. പിന്നെ ഈ താഴെയുള്ള ഈ മൂന്നാൾക്കാർ, ഇവിടെ കാണുന്ന മൂന്നാൾക്കാർ, ഇവിടെ അടി കിട്ടിയാൽ നമ്മൾ വടിയാവില്ലേ, അവിടെ ഉള്ള ഒന്നാണ് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ. ഈ സാധനമാണ് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിന്റെ പണി എന്താ? ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. ദിസ് പാർട്ട് ഹാസ് എ റോൾ ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോ. ഐബ്രോന്റെ മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്ന ആളാണ് മിഡ് ബ്രെയിൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാം. അത് വർക്ക് ചെയ്യണില്ലെങ്കിൽ നിങ്ങളെ മിഡ് ബ്രെയിൻ വർക്ക് ചെയ്യണില്ല എന്നർത്ഥം. പിന്നെ എന്താണ്? പോൺസ് കോർഡിനേറ്റ്സ് ദ മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഐ ആൻഡ് ഫേസ്. ഇവിടെയുള്ള മസ്കുലർ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് പോൺസ്. PONS റെഗുലേറ്റ്സ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. പിന്നുള്ളതാണ് മെഡുല ഒബ്ലോങ്കേറ്റ, കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫ്, സ്നീസിങ്. ഇവിടേക്ക് അടി കിട്ടിയാലേ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഹാർട്ട് ബീറ്റ് നിന്നിട്ടാണ് പെട്ടെന്ന് ആള് മരിക്കുക. ഇവിടേക്ക് അടി കിട്ടിയ അത് ഇതുകൊണ്ടാണ്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഇത് ഇങ്ങനെ നോക്കി പഠിച്ചു വെക്കുക. കാരണം നമുക്കറിയില്ല ഇതിൽ ഏത് പാർട്ടാണ് ചോദിക്കുക. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഏറ്റവും വലുതാണ് സെറിബ്രം. സെറിബ്രത്തിന് ബിഹൈൻഡ് ആയിട്ടുള്ള എല്ലാ മരത്തുള്ള സാധനമാണ് സെറിബെല്ലാം. പിന്നെ ഈ സൈഡിലുള്ള ഈ നടുക്കുള്ള സാധനം തലാമസ്, അതിന്റെ താഴെ ഹൈപ്പോ തലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ ബ്രെയിൻ വന്ന് അങ്ങനെ എന്തായാലും എഴുതും. സ്പൈനൽ കോഡ് ആണെന്നുണ്ടെങ്കിൽ സ്പൈനൽ കോഡിലുള്ളതാണ്. സ്പൈനൽ കോഡിലും ഉണ്ട് എന്ത്? ഗ്രേ. നമ്മൾ നേരത്തെ പറഞ്ഞ മൈലിൻ ഷീറ്റ് ഉള്ളത് വൈറ്റ്, ഇല്ലാത്തത് ഗ്രേ. പുറത്ത് വൈറ്റ്, മറ്റേത് ഗ്രേ. മറ്റോട് നേരെ തിരിഞ്ഞിട്ടായിരുന്നു ഓർക്കണം കേട്ടോ. ബ്രെയിനിൽ നേരെ തിരിഞ്ഞിട്ടായിരുന്നു. ഇവിടെ പുറത്ത് വൈറ്റ്, അകത്ത് ഗ്രേ. ഒരു സെൻട്രൽ കനാൽ ഉണ്ട്. സെൻട്രൽ കനാലിലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നത്, ഈ ഓട്ട. പിന്നെ ഡോർസൽ റൂട്ട് ഉണ്ട്. ട്രാൻസ്മിറ്റ് മെസ്സേജ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു സ്പൈനൽ കോഡ്. പല ഭാഗത്തു നിന്ന് സ്പൈനൽ കോഡിക്ക് മെസ്സേജ് വരുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. വെൻട്രൽ റൂട്ട് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ സ്പൈനൽ കോഡ്. വെൻട്രൽ ആണ്, കൊണ്ടുപോണ ആളാണ്. സ്പൈനൽ കോഡിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് വെൻട്രൽ റൂട്ട്. ബോഡീന്റെ മറ്റ് പാർട്സിന് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുവരുന്നത് ഡോർസൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വാതിൽ തുറന്നു വരിക ഡോർസൽ റൂട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വെൻട്രൽ. വേണ്ട, പോയിക്കോ, വെൻട്രൽ. ഓക്കെ. നെക്സ്റ്റ് വൺ സിനാപ്സ് ഉണ്ട്. സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ പാർട്ട് വേർ ആൻഡ് ഇമ്പൾസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. ഇതൊരു ന്യൂറോൺ ആണ്, ഇത് മറ്റൊരു ന്യൂറോൺ ആണ്. ഇവിടെ നിന്നിട്ട് ഇമ്പൾസ് ചാടി പോണതാണ്. ആ സ്ഥലമാണ് എന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു സിനാപ്റ്റിക് നോബ് ഉണ്ട്. സിനാപ്റ്റിക് നോബിൽ നിന്ന് എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിൾ ആണ് അസറ്റൈൽ കോളൈൻ. പിന്നെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്. ടിപ്പ് ഓഫ് ദ ഡെൻഡ്രൈറ്റ് വിച്ച് കണ്ടെയ്ൻ റിസെപ്റ്റർ ഫോർ റിസീവിംഗ്. അല്ലെ, ഒരു മറ്റേ ന്യൂറോ സിനാപ്റ്റിക് നോബിന്ന് മറ്റ് ഡെൻഡ്രൈറ്റ് ആണ് റിസീവ് ചെയ്യുന്നത്. അതാണ് ആ രണ്ട് സ്ഥലം. ഓക്കെ. പോസ്റ്റ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത്. മറ്റേത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ അവിടെയുള്ള ഗ്യാപ്പിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നു. ഈ ഗ്യാപ്പിന് നമ്മൾ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നു. അല്ലെ, നമ്മൾ ഈ ആക്സോണിന്റെ ചിത്രം കണ്ടില്ലേ? ഇവിടെ ഓർമ്മയില്ലതാ, ഇതാണ് ഒന്ന് ഡെൻഡ്രൈറ്റും. ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഓരോ ബ്ലോക്ക് സെല്ലാണ്. ഓരോ ന്യൂറോൺ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഒരു ന്യൂറോണിന്റെ അറ്റം സിനാപ്റ്റിക് നോബ് ആണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഇതേപോലത്തെ ആളാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾ അറ്റം ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അപ്പൊ ഒരു സിനാപ്റ്റിക് നോബിന്ന് അടുത്ത ഡെൻഡ്രൈറ്റിക്കാണ് പോണത്. അപ്പൊ സിനാപ്റ്റിക് നോബിന്ന് ഡെൻഡ്രൈറ്റിക്ക്. ഓക്കെ. അതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആ ഒരു പോകുന്ന ആ ഒരു ഒന്നൊന്ന് മറ്റേക്ക് ചാടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം. നമുക്ക് സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. സിമ്പതറ്റിക് ഉണ്ട്, പാര ഉണ്ട്. സിമ്പതറ്റിക് ആണ് ഡയലേഷൻ ഓഫ് ഐ, ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, എക്സ്പാൻസ്, സ്ലോസ് ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ, ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പെരിസ്റ്റാൾസിസ് സ്ലോ ചെയ്യുന്നു, യൂറിൻ റിട്ടേൺ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്ന കാര്യങ്ങളാണ്. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ കൺസ്ട്രിക്ഷൻ, അതിന്റെ കൺസ്ട്രിക്ഷൻ, സലൈവന്റെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, ഡിക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, ലങ്സിന്റെ കൺസ്ട്രിക്ഷൻ, സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ, ഇൻക്രീസ്ഡ് പെരിസ്റ്റാൾസിസ്, എംടീസ് ഒക്കെ. ഈ പാരാസിമ്പതറ്റിക്കിന്റെ പണിയാണ് എന്ത്? ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്. നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. നോർമൽ ആയിരിക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഹാർട്ട് ബീറ്റ് കൂടില്ലേ പരീക്ഷയ്ക്കൊക്കെ? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മളത് കൂട്ടുന്നത്. ഓക്കെ. പിന്നെ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. ഒരു മെഴുകുതിരി കൊണ്ട് വെച്ച് കൈ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ വെക്കോ? ഇല്ല.
കയ്യിന് സെൻസേഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് വലിക്കും. അത് തന്നെയാണ് റിഫ്ലക്സ് ആക്ഷൻ. നമുക്കൊരു അടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മൾ കണ്ണിൽ ഒരാൾ കുത്താൻ പോകുമ്പോൾ നമ്മളിങ്ങനെ വലിക്കുന്നതൊക്കെയാണ് റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഇതാണ് സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു സ്റ്റിമുലസ് വരും, ഹീറ്റ് ആണ് അവിടെ സ്റ്റിമുലസ്. നമ്മുടെ ശരീരത്തിന്റെ നമുക്ക് എല്ലായിടത്തും റിസപ്റ്റേഴ്സ് ഉണ്ട്, ഇവിടെയൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ചൂട് നുള്ളുമ്പോഴൊക്കെ വേദനിക്കുന്നത്. നുള്ളായിക്കോട്ടെ, തീ വരെയായിക്കോട്ടെ, ആ റിസപ്റ്റർ ഏത് വഴി പോകും? സെൻസറി ന്യൂറോണിക്ക് പോകുന്നു. സെൻസറി ന്യൂറോൺ അത് സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോണിക്ക് പോകുന്നു. ഇന്റർ ന്യൂറോൺ പറയും ഇതെന്താണ്, ചൂടാണ്, കൈ വലിച്ചു പറയും. മോട്ടോർ ന്യൂറോണോട് പറയും. മോട്ടോർ ന്യൂറോൺ നമ്മളെ കൈ വലിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, റിസപ്റ്റർ തൊട്ടുമ്പോൾ ഒരു സെൻസേഷൻ വരുന്നു, സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ അത് നേരെ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ ആരോട് പറയും? മോട്ടോർ ന്യൂറോൺ അത് ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ ആണ് എവിടെയാണോ ആളുള്ളത് അയാളോട് കൈ വലിച്ചോ അല്ലെങ്കിൽ അവിടെ അന്തം വിട്ട് ചത്തു നിൽക്കണ്ടെന്ന് പറയുന്ന ആളാണ് മോട്ടോർ ന്യൂറോൺ. ഓക്കെ, റിഫ്ലക്സ് ഒരു സ്റ്റിമുലസ് വന്നു, അപ്പൊ റിസപ്റ്റർ സ്റ്റിമുലസ് അഥവാ റിസപ്റ്റർ വന്നു, സെൻസ് ചെയ്തു, സെൻസറി ന്യൂറോൺ. അത് നേരെ സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോൺ നേരെ അവിടേക്ക് പോകുന്നു, മോട്ടോർ ന്യൂറോൺ നേരെ മസിൽ എവിടെയാണോ അത് വർക്ക് ചെയ്യുന്നത്. അതാണ് റിഫ്ലക്സ് ആക്ഷൻ. ദാറ്റ് ഒക്കർ സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇൻവോളണ്ടറി. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ അല്ലെ. മനഃപൂർവ്വം വലിക്കുന്നില്ലല്ലോ, ചൂട് വരുമ്പോൾ ഓൾറെഡി വലിക്കുന്നതാണ്. സ്പൈനൽ കോഡിനും ബ്രെയിനിനും ഒറിജിനേറ്റ് ചെയ്യുന്നു. റിഫ്ലക്സ് ആക്ഷൻ മറ്റ് ഓർഗാനിസംസിലുള്ള നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഹൈഡ്ര ഉണ്ട്, പ്ലനേറി ഉണ്ട്, ഇൻസെക്ട് ഉണ്ട്. ഹൈഡ്രേന്റെ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. കൺട്രോൾ സെന്റർ ഒന്നും നമുക്ക് കാണാൻ പാടില്ല, ഒരു ന്യൂറൽ നെർവ്സിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് ഹൈഡ്രേന്റെ. പ്ലനേറി ആണെങ്കിൽ നെർവ് ഗാംഗ്ലിയൻ ഉള്ളത്, അവരുടെ ഹെഡ് റീജിയനിലുള്ളത്. ഇൻസെക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ന്യൂറോൺസ് ഇൻ ദ ഹെഡ് റീജിയൻ യുണൈറ്റ് ടു ഇവോൾവ് ഇൻ ടു എ ക്ലിയർ ആൻഡ് സംവാട്ട് ഡെവലപ്ഡ് ബ്രെയിൻ. ദ ഗാംഗ്ലിയ ഓഫ് പെയർഡ് നെർവ് ഫൈബേഴ്സ് എമർജിംഗ് ഫ്രം ദിസ് ആർ സീൻ ഇൻ ഈച്ച് സെഗ്മെന്റ്. സംവാട്ട് നമ്മളെ ഹ്യൂമൻസിന് അത്രയും ഡെവലപ്പ് ആയിട്ടുള്ള അല്ലാത്ത ബ്രെയിൻ ആണ്. അവർക്ക് എന്തുണ്ട്, ന്യൂറോൺസ് ഒക്കെ ഉണ്ട് ഹെഡ് റീജിയനിൽ. ഓക്കെ, ഇതാണ് ഇവിടെ ഇൻസെക്ട്സിന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ബാക്കിയൊക്കെയാണ് നമ്മൾ ജസ്റ്റ് മേജർ ആയിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നന്നായി പഠിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതുകൊണ്ട് പറയാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടും, ഒരു ഡിസ്കഷൻ ഇടും. അപ്പൊ അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പോർഷൻസ് ഈ ചാപ്റ്ററിന് കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒഴിവാക്കി വിടരുത്. കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഡൗട്ട് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.